അകലെ പ്രിയപ്പെട്ടവരെ കണ്ടെത്താനുള്ള പ്രയത്നത്തിലാണ് ഗൾഫിലെ ചൂരൽമല സ്വദേശികളായ പ്രവാസികൾ. മരിച്ചവരെ തിരിച്ചറിയാൻ മാത്രമല്ല, ദുരന്തം ബാക്കിവെച്ചവർക്ക് താമസമൊരുക്കാനും കൈകോർക്കുകയാണ് ഇവർ. വീട് നഷ്ടപ്പെട്ടവർക്ക് പകരം ഫ്ളാറ്റും വീടും കണ്ടെത്തി അതിന്റെ വാടക ഏറ്റെടുക്കാൻ ഇവർ പദ്ധതിയിടുന്നു. പുത്തുമല ദുരന്തത്തിൽ പുനരധിവാസ പദ്ധതി നടപ്പാക്കിയ പരിചയവും ഈ പ്രവാസി കൂട്ടായ്മയ്ക്കുണ്ട്. ഇവിടെ ഒരു മോതിരം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മോതിരം കണ്ടിട്ട് ഇതാരതാണ് എന്ന്, ബോഡി ഇന്ന ആളതാണ് എന്നുള്ള നിലക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഗ്രൂപ്പിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ പരിസരത്തു നിന്ന് ഒരു താക്കോല് കിട്ടിയിട്ടുണ്ട്. ഈ താക്കോല് വെച്ചിട്ട് ഏതെങ്കിലും ബന്ധുക്കാരോ കുടുംബക്കാരോ ഐഡൻറ്റിഫൈ ചെയ്യുമോ, ഇത് ഏത് വീടിൻ്റെതാണ് എന്നെങ്കിലും അറിഞ്ഞാൽ, അല്ലെങ്കിൽ വയനാട് ഒരു രാത്രി കൊണ്ട് ഇല്ലാതായ ചൂരൽമല ഗ്രാമത്തിലെ പ്രവാസികൾക്കൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവർ അകലെ ഇരുന്ന് ഈ ദുബൈയിൽ ഇരുന്നിട്ടും ഈ രക്ഷാപ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുമായി ഏറ്റവും അടുത്ത് ഇടപഴകി ജീവിച്ചവരുമാണ് ഈ നഷ്ടപ്പെട്ടവരെല്ലാം. അവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏകദേശം ഞങ്ങൾക്ക് 100% ഉറപ്പായി. വളരെ ചുരുങ്ങിയ ആളുകളുടെ ജീവനെ തിരിച്ച് കിട്ടിയിട്ടുള്ളൂ. എങ്കിലും ഈ ബാക്കി വന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഈ പ്രദേശത്ത് മൊത്തത്തിൽ ഒരു 500 ചില്ലാനും വീടുകൾ പോയിട്ടുണ്ടാവും. പക്ഷേ ഇതിൽ രക്ഷപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ആളുകൾ, അതായത് 100-ൽ ഒരു 10% ആളുകളെ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇതിലെ വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-2 ദിവസമാകുമ്പോഴും ഈ ബോഡിയുടെ ഷേപ്പ് ജീർണിച്ച് വളരെ മോശമായ അവസ്ഥയിലാണ്. അതുകൊണ്ട് തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അവരെ സ്വന്തം ആളുകൾക്ക് പോലും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. പല രേഖകളുമായിട്ട് വരുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നത്. പുത്തുമലയിൽ ഒരു ഇതുപോലത്തെ പ്രളയം ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങൾ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അതിന് മുമ്പേ തന്നെ ഞങ്ങൾക്ക് എയ്ഡ് ഫൗണ്ടേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ വർക്ക് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ പുത്തുമലയോടുകൂടി ആ ഒരു കൂട്ടായ്മ പ്രവാസികളിലേക്ക് കൂടെ വ്യാപിപ്പിച്ചു. ഇപ്പോൾ ഞങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മുണ്ടക്കൈ മുതൽ ചൂരൽമല വരെ ഉണ്ടായിരുന്ന പള്ളി കമ്മിറ്റി, അതുപോലെ അമ്പല കമ്മിറ്റി, റെസിഡൻസ് അസോസിയേഷൻ, ഇവരിൽ നിന്ന് ലിസ്റ്റുകൾ കളക്ട് ചെയ്ത് ഓരോ ആളുകളുടെയും അതിനുവേണ്ട പ്രത്യേക ഒരു ഗ്രൂപ്പും നാട്ടിലെ കൺട്രോൾ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ ആളുകളുടെ ലിസ്റ്റും അയച്ചു കൊടുത്തിട്ട് ഈ ആളുകളെ ഏതെങ്കിലും ക്യാമ്പിലുണ്ടോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ക്യാമ്പിലുള്ളവരെ നമ്മൾ ലിസ്റ്റിൽ നിന്ന് ഇത് ചെയ്യും. അല്ലാത്തവരെ വീണ്ടും സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ചുരുങ്ങിയ ആളുകളെ ഞങ്ങൾക്ക് ഇപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. കൂടുതൽ ആളുകളും മിസ്സിംഗ് ആണ്. അപ്പോൾ നിലവിൽ അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുമ്പുണ്ടായ പുത്തുമലയിലെ ദുരന്തത്തിലെ ഒരു ഇരയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് ഫാസിൽ. ഇപ്പോൾ ഈ ഇതിൽ എങ്ങനെയാണ് ഭാഗമാകുന്നത് ഇപ്പോഴത്തെ ഈ രക്ഷാപ്രവർത്തനത്തിൽ? ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമാകുന്നത് എന്ന് പറഞ്ഞാൽ നാട്ടിലെ ക്ലബ്ബും നമ്മുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളൂ. പിന്നെ നമ്മുടെ കൂടെ പഠിച്ചവരൊക്കെ ഇതിൽ പെട്ടിട്ടുണ്ട്. മുമ്പ് നമ്മൾ പ്രളയത്തിൽ പെട്ടപ്പോഴും ഇവർ തന്നെയാണ് നമ്മളെ സഹായിക്കാനും പല കാര്യങ്ങൾ ചെയ്യാനും ഉണ്ടായിരുന്നത്. നമ്മളെ കൊണ്ട് പറ്റുന്ന പരമാവധി സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ഞാൻ 10 വർഷം സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അറിയുന്ന കുറേ വിദ്യാർത്ഥികൾ, കൂട്ടുകാർ ഒക്കെ ഇതിലകപ്പെട്ടിട്ടുണ്ട്. വല്ലാത്തൊരു ഷോക്കായിരുന്നു. ഇപ്പം നിലവിൽ 8000-ഓളം ആളുകളാണ് ക്യാമ്പുകളിൽ അവിടെ ആ ഭാഗങ്ങളിലായിട്ടുള്ളത്. അപ്പോൾ ഇവരൊക്കെ ഒരു മാസം കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ സ്കൂളുകളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടും, ക്യാമ്പുകൾ ഒഴിവാക്കും. നെക്സ്റ്റ് എന്ത് എന്നുള്ളതാണ് വലിയൊരു ചാലഞ്ച്. ഇപ്പോൾ നിലവിൽ ഭക്ഷണം, വസ്ത്രമായിട്ടും സന്നദ്ധ സംഘടനകളോ സർക്കാർമാർ എല്ലാവരും അവരുടെ കൂടെ ഉണ്ട്. പക്ഷേ നെക്സ്റ്റ് ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് അവർ അനാഥമായി പോകുന്ന ഒരവസ്ഥയാണ് ഞങ്ങളുടെ മുമ്പിൽ വലിയൊരു സങ്കടം. അതില്ലാതാക്കുക എന്നുള്ളത് അറ്റ്ലീസ്റ്റ് അടുത്തൊരു വർഷത്തേക്കെങ്കിലും അവർക്ക് താമസിക്കാനുള്ള ഒരു സ്ഥലം സൗകര്യം ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ നിലവിൽ ആ ഭാഗത്തെ കൽപ്പറ്റ, മേപ്പാടി ഭാഗമുള്ള അപ്പാർട്ട്മെൻറ്റും ആയിട്ടുള്ള വലിയ ബിൽഡിങ്ങൊക്കെ ഉള്ള ആളുകളായിട്ട് കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരായിട്ട് ഒരു ഡീല് ആക്കിയിട്ട് ഒരു വർഷത്തേക്ക് ഉള്ള റെൻറ്റ് ഞങ്ങൾ പേ ചെയ്യുക. എന്നിട്ട് ഒരു വർഷത്തേക്കെങ്കിലും അവർക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ, അതിലിടക്ക് മറ്റ് സംവിധാനങ്ങളൊക്കെ ശരിയാവുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അപ്പോൾ UAE തലത്തിൽ ഞങ്ങളിപ്പോൾ അതിൻ്റെ കോർഡിനേഷനും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നടന്നു. മറ്റുള്ള GCCയിലേക്കും അതിൻ്റെ മെസ്സേജെല്ലാം അയച്ചിട്ടുണ്ട്. ഇനി വരുന്നത് ഞങ്ങളെ ലക്ഷ്യം വെക്കുന്നത് ഇതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലുമൊക്കെ ഞങ്ങളായിട്ട് സഹകരിക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഞങ്ങളത് സ്വീകരിക്കും. ഞങ്ങൾക്കത് ആവശ്യവുമാണ്, അത്യാവശ്യവുമാണ്. ദുരന്തങ്ങൾ പലത് കണ്ട ജനതയാണ് ഇവർ. ഈ ദുരന്തത്തെയും ഇവർ
ഒത്തൊരുമിച്ച് അതിജീവിക്കും എന്നുള്ള പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത്. യാസർ അറഫാത്തിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1 ദുബായ്. തീർച്ചയായും ഓരോ ദുരന്തത്തിലും ജീവൻ നഷ്ടമായവരെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ദുരന്തമുഖത്ത് നിന്ന് കരകയറി വന്ന ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ കൂടി നമ്മൾ കണക്കാക്കേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. ഇനി എന്ത് എന്നുള്ള ചോദ്യചിഹ്നം മാത്രമാണ് ഒരുപക്ഷെ അവർക്ക് മുന്നിൽ ഉണ്ടാവുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കൈത്താങ്ങുകളൊക്കെ ഒരുക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്.